Good afternoon all. Good afternoon. Good afternoon. Okay, then the class is already late. Good afternoon, teacher. How are you? Yeah, good afternoon. Late ആയതാണോ ക്ലാസ്സിൽ സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ. Okay. Yeah, എല്ലാവരും ജോയിൻ ചെയ്യുന്നേ ഉള്ളൂ. Okay, yeah, പറയൂ. വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. Okay, നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? പ്രയർ ആരാ ചൊല്ലാം? പറയൂ. Who is going to sing prayer? എന്തൊന്നും മിണ്ടാതെ ക്ലാസ്സിലുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോ? പ്രയർ ചൊല്ലോ ആരെങ്കിലും? Can you hear me? Yes or no? Answer me. Yes, teacher. Prayer എഴുതിയ നോട്ട് നോക്കിയിട്ട് കാണുന്നില്ല. അതാണ് ഞാൻ നോക്കാൻ പോയതായിരുന്നു. Okay, നോക്കിയിട്ട് പെട്ടെന്ന് ചൊല്ലൂട്ടോ. കേൾക്കാമോ? കേൾക്കാം. Okay. Dear God, thank you for this new day and the opportunity to learn. Bless our teacher with wisdom and patience. Help us to focus, understand, and grow in knowledge. May we be kind to one another and work hard in all we do. Guide us in your truth and fill our hearts with peace. Thank you. Okay, then thought of three ഉണ്ടോ? Yes, teacher. ഞാൻ പറയാം. Okay. I warmly welcome Ashwati teacher and our technical section, Rijo sir, Raki ma'am, and my dear all friends. Welcome to today's thought. Your future is created by what you do today, not tomorrow. നിങ്ങളുടെ ഭാവി രൂപപ്പെടുന്നത് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാണ്, അല്ലാതെ നാളെ അല്ല. Okay, yeah. Okay, Gita. ഓക്കെ ടീച്ചർ, അത് ബുക്ക് വരുത്തിയിട്ട് കാണാനായിട്ട് പിന്നെ അത് ഒന്ന് നെർവസ് ആയിപ്പോയി പറയുമ്പോ, അതാണ് അത് കുറച്ചൊരു ശരിയില്ലാത്ത പോലെ ആയിപ്പോയി. ഓക്കെ, നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് ഫസ്റ്റിലേക്ക് പോവാട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് സ്റ്റേറ്റ്മെന്റ് വരെ എടുത്തു അല്ലെ? സ്റ്റേറ്റ്മെന്റിലാണ് എടുത്തത്. ഓക്കെ, അത് എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് പോയിട്ടില്ല. പോയോ? ഇല്ല, ജസ്റ്റ് ഇൻട്രാക്ഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ. വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എന്തെങ്കിലും ഇതിൽ വർക്കോ എങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല മിസ്, ഒന്നും തന്നില്ലായിരുന്നു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാം? അതിന് മുൻപ് ഞാൻ പറയുന്നതൊന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാം. അറിയാവുന്നതാണെങ്കിലും നോട്ട്ബുക്കിൽ എഴുതി വെക്കാം കേട്ടോ. ടെക്സ്റ്റ് ചെയ്യാം. ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ ഐ, ഷീ ഓർ ഹി. ഓ, ഹി ആണ് കേട്ടോ. ഐ, ഹി അല്ലെങ്കിൽ ഷീ, അവിടെ അങ്ങനെ യൂസ് ചെയ്യാം. ദെൻ യു സബ്ജക്റ്റ് ആയിട്ട് വരാണെങ്കിൽ സെയിം തന്നെ, ഹി ഓർ ഷീ ആണ് യൂസ് ചെയ്യാം. യു യുവർ ആണെങ്കിൽ യുവർ, ഹിസ് ഓർ ഹർ.
B day ആയിട്ട് വരും. Our, their, my, his or her, today, that day, tomorrow. Tomorrow short ആക്കിയാണ് എഴുതിയിരിക്കുന്നത്, കറക്റ്റ് സ്പെല്ലിംഗ് ഒന്നും എഴുതാം. The next day, yesterday, the previous day, now, then, this, that, here, there. Okay. Then am is അത് was ആയിട്ട് വരും. Are, where ആയിട്ട് വരും. Do, does, did ആകും. Has, have, had, will, would, can, could, shall, should, may, might, must, had to, did, had, V1, V2, V2 had plus V3. Okay. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. Okay, clear? Is it finished? Yes, finished. Okay, ഇനിയിപ്പോ ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരെണ്ണം WH ക്വസ്റ്റ്യൻസ്, പിന്നെ ഒരെണ്ണം yes or no ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് വാട്ട്, വെൻ, വിച്ച്, വൈ, പിന്നെന്താ ഹൗ ചോദിക്കാം. ഡബ്ല്യൂലും എച്ചിലും സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനെയാണ് WH ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഹൗ ആണെങ്കിലും വാട്ട് ആണെങ്കിലും വിച്ച് ആണെങ്കിലും വെൻ ആണെങ്കിലും. ഓക്കെ, അപ്പോ WH ക്വസ്റ്റ്യൻസ് ഉണ്ട്, yes or no ക്വസ്റ്റ്യൻസ് ഉണ്ട്. yes or no ആൻസർ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട് അല്ലെ, അതിനെയാണ് നമ്മൾ yes or no ക്വസ്റ്റ്യൻസ് എന്ന് പറയാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് WH ക്വസ്റ്റ്യൻസ് ആണ്. സോ ഹെഡിങ് എഴുതാം WH ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് വൺ is WH ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ അതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. മിസ് ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ സൗണ്ട് ഉണ്ടല്ലോ. Okay, wait.
Okay, yes. So ഇവിടെ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, നമുക്ക് WH ക്വസ്റ്റ്യൻസ് നോക്കാം. അതെങ്ങനെയാണ് വരാം? ഒരു എക്സാമ്പിൾ എഴുതിക്കോളൂ കേട്ടോ. എക്സാമ്പിൾ ടെക്സ്റ്റില് ടെക്സ്റ്റിൽ നോക്കി. ടെക്സ്റ്റില് a teacher said to the boy, why are you late? Okay, ആ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ നോട്ട്ബുക്കിൽ എഴുതിക്കോ. The teacher said to the boy, why are you late? Okay, നോട്ട്ബുക്കിൽ എഴുതാം. The teacher said to the boy, why are you late? Why are you late? അപ്പൊ നമ്മൾ മലയാളത്തിൽ എന്താ പറയാ? അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ മലയാളത്തിൽ എന്താ പറയാ? ടീച്ചർ ബോയിനോട് ചോദിച്ചു, നീ എന്താണ് ലേറ്റ് ആയത്? നീ എന്തുകൊണ്ടാണ് ലേറ്റ് ആയത്? അല്ലെ, എന്തുകൊണ്ടാണ് ലേറ്റ് ആയിരുന്നു എന്ന് ചോദിക്കും. ശരിയല്ലേ? അപ്പോ the teacher said to the boy, asked to the boy, അല്ല സെറ്റ് അങ്ങനെ തന്നെയാണോ? ക്വസ്റ്റ്യൻ അങ്ങനെയാണത്. ക്വസ്റ്റ്യൻ വരുന്നത് the teacher said to the boy, why are you late? അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാൻ. നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോ ടീച്ചർ ബോയിനോട് പറഞ്ഞു, എന്താണ്, എന്തുകൊണ്ട് നീ വൈകി, അല്ലെ? സോ നമ്മളിത് റിപ്പോർട്ട് ചെയ്യാണ്. റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട്, അല്ലെ, ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ടീച്ചർ ആരോട് ചോദിച്ചു? ബോയിനോട് ചോദിച്ചു. അപ്പൊ അതെങ്ങനെ പറയും? The teacher asked the boy എന്ന് വരും, അല്ലെ? The teacher asked the boy. ഓക്കെ, അത് എല്ലാത്തിനും കോമൺ ആണ് കേട്ടോ. മാസ്കഡ് തന്നെ വരും. അത് റിപ്പോർട്ടിംഗ് വേർബ് ആണ്. റിപ്പോർട്ടിംഗ് വേർബ് എപ്പോഴും മാസ്കഡ് ആണ് വരാ ക്വസ്റ്റ്യൻസില്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് ആവുമ്പോൾ സെഡ് വരും. ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് ആസ്ക്ഡ് ആയിട്ട് വരും, റിപ്പോർട്ടിംഗ് വേർബ്. ഓക്കെ, സോ അത് കിട്ടി. The teacher asked the boy, അവിടെ വരെ കിട്ടി. എന്നിട്ട് പറഞ്ഞു WH ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ആ WH ക്വസ്റ്റ്യൻ വേർഡ് അങ്ങനെ തന്നെ നമുക്ക് എഴുതാം. വൈ എന്നുള്ളത് വൈ തന്നെ എഴുതാം. ഓക്കെ, വൈ. അതിനുശേഷം എന്തിരിക്കുന്ന are you late? Are you late ആണ്. Are you late എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസ് ആണ്, അല്ലെ? സിമ്പിൾ പ്രസന്റ് കണ്ടിന്യൂസ് ആണ്, അല്ലെ? Are you late? അതായത് പ്രസന്റ് കണ്ടിന്യൂസിലെ നെഗറ്റീവ് ഒരു ക്വസ്റ്റ്യൻ ആണത്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണത്, അല്ലെ? Are you late? സോ അത് നമ്മള് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? പാസ്റ്റ് കണ്ടിന്യൂസിലെ ഇടം വരും, അല്ലെ? അത് ക്വസ്റ്റ്യൻ ആയിട്ടില്ല വരാം, ശരിക്കും റിപ്പോർട്ട് ചെയ്യുന്നതാണല്ലോ, അല്ലെ? പ്രസന്റിൽ നമ്മൾ ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരിക്കലും ക്വസ്റ്റ്യൻ ആയിട്ടല്ലോ പറയാം, അല്ലെ? അതുകൊണ്ട് പ്രസന്റ് കണ്ടിന്യൂസ് പാസ്റ്റ് കണ്ടിന്യൂസിലേക്ക് മാറും. അപ്പോ വൈക്ക് ശേഷം നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ എഴുതേണ്ടത് സബ്ജക്റ്റ് ആയിരിക്കണം. യു എന്ന് പറയുന്നത് അവിടെ ആരെയാണ് ഉദ്ദേശിച്ചത്? ബോയിനെയാണ്, അല്ലെ? അപ്പൊ ബോയ് എന്ന് പറയുന്നത് സബ്ജക്ട് ഹി ആണ് വരിക. ടെക്സ്റ്റിൽ നോക്കണ്ട, ടെക്സ്റ്റിൽ ഷീ ആണ് നടക്കുന്നത്. ടൈപ്പ് മിസ്റ്റേക്ക് ആയിരിക്കാം. ഓക്കെ, അപ്പൊ ഹി ആണ് വരിക. അപ്പൊ വൈ ഹി വന്നു. നെക്സ്റ്റ് ഇവിടെ ആറാണ് വന്നിരിക്കുന്നത്. അവിടെ യു ആയതുകൊണ്ട് ആറ് വന്നു. പ്രസന്റ് ടെൻസ് ആയതുകൊണ്ട് പ്രസന്റ് ഓക്സിലറി യൂസ് ചെയ്ത് ആറ് വന്നു. നമുക്ക് ഇവിടെ വേണ്ടത് പാസ്റ്റ് ആണ്, അല്ലെ? പാസ്റ്റ് കണ്ടിന്യൂസ് ആയതുകൊണ്ട് ഹി ആണ് വന്നത്. അപ്പൊ ഹി വന്നുകൊണ്ട് പാസ്റ്റ് കണ്ടിന്യൂസിലെ ഓക്സിലറി ഏത് എഴുതണം? വാസ് എഴുതണം. യെസ്. പിന്നെ നോർമൽ ആണ്, ലേറ്റ് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണ് വരാം. The teacher asked the boy why he was late എന്ന് വരും. സബ്ജക്ട് ആദ്യം എഴുതണം, ഓക്സിലറി രണ്ടാമത് എഴുതണം. Okay, clear? ഓക്കെ അല്ലേ? അത് അപ്പോ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് കൺവേർട്ട് ചെയ്യേണ്ട സെന്റൻസ്, അല്ലെ? കൺവേർട്ട് ചെയ്യേണ്ട സെന്റൻസിൽ മെയിൻ ആയിട്ട് വരുന്നത് സബ്ജക്റ്റും വെർബും ആയിരിക്കും. അതാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോ ആ വെർബിൽ നോക്കുമ്പോൾ നമുക്ക് അത് അറിയാൻ പറ്റും, ഏത് ടെൻസ് ആണ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും.
ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏത് ടെൻസിലേക്കാണെന്ന് പറയാൻ പറ്റും. ആ രീതിയിൽ വേണം നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ എഴുതിയിട്ട് എല്ലാവരും. മായ കുറച്ച് സ്പീഡാണോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ആർക്കെങ്കിലും തോന്നുന്നുണ്ടോന്ന് അറിയില്ല, പക്ഷെ എനിക്ക് തോന്നുന്നുണ്ട് സ്പീഡാണ് എന്നുള്ളത്. എഴുതിയിട്ട് എത്തുന്നില്ല. ഇല്ല, പറയാം കേട്ടോ, കറക്റ്റ് ആയിട്ട് വരുന്നേ ഉള്ളൂ, ഞാൻ പറയാം. എക്സാമ്പിൾ അടക്കം എഴുതും. ഒരു എക്സാമ്പിൾ എഴുതിയേ. മായ said to John. മായ said to John. Maya said to John, why are you worried? Why are you worried? Maya said to John, why are you worried? ഇതിന്റെ ആൻസർ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്തെങ്കിലും മനസ്സിലായെങ്കിൽ ഒന്ന് ആൻസർ ഒന്ന് എഴുതി. ഇനി അഥവാ അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയണം കൂടെ. അത് മാക്സിമം ട്രൈ ചെയ്ത് നോക്കും. ഞാൻ പറയുന്ന പോലെ ട്രൈ ചെയ്യാം. ഫസ്റ്റ് അറിയാലോ, ഫസ്റ്റ് എന്താ വേണ്ടേ? റിപ്പോർട്ട് ചെയ്യണം അല്ലെ? ആരോട് ചോദിച്ചു നമ്മൾ റിപ്പോർട്ട് വേണം. അതിനുശേഷം ക്വസ്റ്റ്യൻ വേർഡ് അങ്ങനെ തന്നെ എഴുതുന്നു. അതിനുശേഷം ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ടുള്ള സെന്റൻസിലെ സബ്ജക്റ്റും വെർബിലാണ് ചേഞ്ച് വരുന്നത് അല്ലെ? അത് ഏത് ടെൻസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. സോ പിന്നെ നമുക്ക് എന്താണ്, അത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഏത് ടെൻസിലേക്ക് മാറും, അവിടെ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങളത് ആ ക്വസ്റ്റ്യൻ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇന്ന് ചെയ്ത് നോക്കിയേ. ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനൊക്കെ ഏറ്റവും സിമ്പിൾ നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുന്നതാണ്. എന്നാൽ മാത്രമേ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റൂ, അല്ലാതെ ബൈഹാർട്ടൊന്നും നടക്കില്ല. ഓക്കെ, ഇന്ന് ആൻസർ ഒന്ന് എഴുതിട്ട് ഒന്ന് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. കറക്റ്റ് ആരൊക്കെ എഴുതുന്നുണ്ട്, മിസ്റ്റേക്സ് ഒക്കെ അവിടെയൊക്കെ വരുന്നുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യണേ. Okay, Maya asked it to John. Yes. Yes. കുറച്ച് പേർക്ക് ക്ലിയർ ആണ്, കുറച്ച് പേർക്ക് മാത്രമേ ഡൗട്ട് ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ക്ലിയർ ആണ് കേട്ടോ.
ഇത് ഇനി ഞാൻ പറയാം, പറയുന്ന പോലെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം കേട്ടോ. തെറ്റിയവര് കുറച്ചൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെന്നൊക്കെ മനസ്സിലാവും. ഇവിടെ മായ said to John, why are you worried എന്നാ ചോദിച്ചത്. ക്വസ്റ്റ്യൻ ഓക്കെ റിപ്പോർട്ട് ചെയ്യുന്നതും ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യുന്ന വേർഡിലാണ് ഒരു കൺഫ്യൂഷൻ ഉള്ളത്. നമുക്കിവിടെ കൺവേർട്ട് ചെയ്യേണ്ട വേർഡ് എന്ന് പറയുന്നത് സെന്റൻസ് ആർ യു മാത്രമാണ്. ആർ യു ഇത് രണ്ട് വേർഡ്. ആർ യു എന്നുള്ളത് നമ്മൾ ഏത് ടെൻസിലാണ് വരിക? നമുക്ക് ആദ്യം നിങ്ങൾ പറഞ്ഞു. ആർ യു എന്നുള്ളത് ഏത് ടെൻസിലാണ് വരാൻ? പ്രസന്റ് ടെൻസ്. പ്രസന്റ് ടെൻസ് ഏത് ടെൻസാ? Continuous tense. കണ്ടിന്യൂസിലാണ് വരാൻ. ആർ യു ഓക്സിലറി യൂസ് ചെയ്യുന്നത് കണ്ടിന്യൂസിലാണ്. അപ്പൊ കണ്ടിന്യൂസ് ടെൻസ് ആണ്. അപ്പോ ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോ പ്രസന്റ് കണ്ടിന്യൂസ് ഏത് ടെൻസിലൊക്കെ മാറുന്നതാണ് നിങ്ങൾ പഠിച്ചത്? Past continuous. പാസ്റ്റ് കണ്ടിന്യൂസിലേക്കാണ്. അപ്പോ അങ്ങോട്ടേക്കല്ലേ ശരിക്കും മാറേണ്ടേ? പാസ്റ്റ് കണ്ടിന്യൂസില് ഇപ്പൊ യു എന്നുള്ളത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, അത് റിപ്പോർട്ട് ചെയ്യുമ്പോ ഹി ആയിട്ട് മാറും. കാരണം ജോൺ ആയതുകൊണ്ട് അവിടെ ഹി ആയിട്ട് മാറും. അപ്പോ പാസ്റ്റ് കണ്ടിന്യൂസ് ആകുമ്പോ സബ്ജക്റ്റ് ഹി ആണെങ്കിൽ നമ്മൾ ഏത് ഓക്സിലറി ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്? Was. അത്രയേ ഉള്ളൂ. അപ്പൊ ബാക്കിയെല്ലാം കറക്റ്റ് അല്ലേ? വരുന്നത് എന്ത് വരും? മായ ആസ്ക്ഡ് ജോൺ why he was worried എന്ന് വരും. മനസ്സിലായോ? യെസ്, ഞാൻ വേറെ എഴുതിപ്പോയി. അതെ, ഓക്കെ. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടെ എഴുതാം. സെയിം മായ ആസ്ക്ഡ് ജോൺ തന്നെ മതി. സോറി, മായ സെഡ് ജോൺ തന്നെ മതി. If Williams, why is he worried? എന്തോ Is he ഈസ് ഹി വരില്ല കേട്ടോ. ഈസ് ഹി എന്നാണ് ചോദിച്ചേ. വരില്ല? ഐ മീൻ ഞാനിത് കണ്ടിട്ടില്ല. ക്ലാസ്സസ് കുറെ മിസ്സായിട്ടുണ്ട്. പണിയാണപ്പോ. കാരണം ഇത് കാണാതെ ക്ലാസ് കേട്ടിതൊന്നും മനസ്സിലാവില്ല. കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു ഇത്. കാണേണ്ടി വരും. അതുകൊണ്ട് എന്തായാലും കൺഫ്യൂഷൻ വരാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, മാക്സിമം ശ്രദ്ധിച്ചിരിക്കും. റെക്കോർഡ് ക്ലാസ് കാണും കേട്ടോ. എന്നിട്ട് ചോദിക്കൂ, കാരണം കുറച്ച് ക്ലാസ് പോയിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ എഴുതാം. മായ സെഡ് ടു ജോൺ, വാട്ട് ആർ യു ഡൂയിങ്? വാട്ട് ആർ യു ഡൂയിങ്? What yes. ഒന്നുകൂടെ പറയാം മിസ്റ്റർ. മിസ്റ്റർ ഒന്നുകൂടെ പറയാം. Maya said to John. Maya said to John. See, നമ്മൾ നേരത്തെ എഴുതിയ സെയിം നെയിം ആണ്. Maya said to John, what are you doing? What are you doing? Maya said to Simi നോക്കുന്നല്ലോ. അല്ലെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. സബ്ജക്ട് നിങ്ങൾക്ക് മനസ്സിലായ മാത്രം കുഴപ്പമില്ല, ഏതായാലും മതി. Maya asked John what he was doing.
ഇതിൽ ഏതാണ് കറക്റ്റ്? നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞേ. Maya asked John what he was doing. What was he doing? ഏതാണ് കറക്റ്റ്? Maya asked John what was he doing. Question ille. Because he was No, alone. no. What he was doing is the correct. ഓക്കെ, എക്സ്പ്ലെയിൻ ചെയ്യൂ എന്തുകൊണ്ടത് കറക്റ്റ് ആണെന്ന് പറയുന്നു രണ്ട് കൂട്ടര്. അത് വാട്ട് ആർ യു ഡൂയിങ് എന്നല്ലേ ചോദിച്ചത്. അപ്പോ വാട്ട് വാസ് ഹി ഡൂയിങ് അത് ക്വസ്റ്റ്യൻ ആയിട്ട് വരണ്ടേ? ഇതിപ്പോ ഉഷേച്ചി പറഞ്ഞത് ക്വസ്റ്റ്യൻ ആയിട്ട് വരുമോ? പകുതിയിലാവുന്നുള്ളൂ. അപ്പോ വൈ ആർ യു ലേറ്റ്? Why I was late will come. അല്ല, നമ്മള് വൈ ആർ യു ലേറ്റ് അതൊരു നമ്മൾ ചെയ്തിരുന്നു. അതുപോലെ തന്നെ വൈ ആർ യു വറീഡും ചെയ്തു. അപ്പൊ എങ്ങനെയാണ് ആൻസർ വന്നേ? ഞാനില്ല ഇപ്പം പറഞ്ഞതുപോലെയാണ് എഴുതിയത്. വൈ വാസ് ഹി, വാട്ട് വാസ് ഹി, അങ്ങനെയാണ് എഴുതിയത്. ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് എഴുതിയത്. ഓക്കെ, നിങ്ങൾ ടെക്സ്റ്റിലേക്ക് നോക്കിയേ. The teacher said to the boy, why are you late? അതെങ്ങനെയാ റിപ്പോർട്ട് ചെയ്തെന്ന് നോക്കിയേ. The teacher asked the boy why she was late. ഇങ്ങനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇവിടെ എങ്ങനെയാ വരാം? അതിനെ ബേസ് ചെയ്തിട്ടാണെങ്കിലും ചേച്ചി പറഞ്ഞതാണ് ശരി. അപ്പൊ ഞാൻ ഫസ്റ്റിലെ എഴുതിയത് ഇങ്ങനെയായിരുന്നു, വാസ് ഹി വെച്ചിട്ടായിരുന്നു. ക്വസ്റ്റ്യൻ വാസ് ഹി വാസ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ അല്ലാതെ ആയി പോവില്ലേ എന്നുള്ള ഇതായിരുന്നു എന്റെ ഇത്. അതാണ് അങ്ങനെ എഴുതിയത്. Miss, while changing questions, after the question word subject will use. That is the rule. After the subject, then present tense will change into past tense. Then pronoun also will change. That are the rules. അതെ, അങ്ങനെയാണ് വരാം. കാരണം ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് വരുന്നത് സബ്ജക്റ്റ് ആയിരിക്കണം. അത് റൂൾ ആവും. ഓക്കെ, അപ്പൊ ഇവിടെയും നേരത്തെയും ആൻസർ എങ്ങനെയാ വരാം? മായ ആസ്ക്ഡ് ജോൺ വൈ ഹി വാസ് വറീഡ് എന്നാണ് വരാ. ഇവിടെയും സെയിം തന്നെയാണ്. മായ ആസ്ക്ഡ് ജോൺ വാട്ട് ഹി വാസ് ഡൂയിങ് എന്നാണ് വരാ. ഓക്കെ, ക്ലിയർ ആയോ? സബ്ജക്ട് ഫസ്റ്റ് വരണം. സബ്ജക്ട് വന്നതിന് ശേഷമാണ് ഓക്സിലറി നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? മായ ആസ്ക് ടു ജോൺ വേണോ? ടു വേണോ? കുഴപ്പമൊന്നും. To will not be used, okay, in the indirect speech. സേന്റെ കൂടെ സെഡിന്റെ കൂടെ മാത്രമേ ടു യൂസ് ചെയ്യൂ. ആസ്ക്ഡ് വരുമ്പം ആസ്ക് ടു എന്ന് പറയില്ല. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ. അങ്ങനെ ചോദിക്കാം. The boy said to Simi. The boy said to Simi, what will I wear? What will I wear to school tomorrow? What will I wear to school tomorrow? സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ എന്താണ് ഇടേണ്ടത് എന്ന് ആ ബോയ് ആ സിമിയോട് ചോദിച്ചു. What will I wear to school tomorrow?
Okay, clear? The boy said to Simi, what will I wear to school tomorrow? ഇത് കഴിഞ്ഞോ? ഇതൊന്ന് നോക്കിയേ, ഇത് ഏത് ടെൻസ് ആണെന്ന് നോക്കുക. ആ ടെൻസ് നമ്മൾ എങ്ങനെയാണ് മാറ്റുക? ടെൻസ് അല്ല ഇമ്പോർട്ടൻറ്റ്. ടെൻസ് നോക്കിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അവിടെ റിപ്പോർട്ട് ചെയ്യാൻ വളരെയധികം സിമ്പിൾ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞാ മതിയോ മിസ്? എഴുതുമ്പോ ഡിസ്റ്റർബ് കണ്ണു ഡിസ്റ്റർബ്. ഓക്കെ, പറയൂ. The boy asked Simi what he would wear tomorrow. Miss, I will say, the boy asked Simi what he would wear to school the next day. ഓക്കെ, then എല്ലാവരും പറയൂ. Boy asked Simi what he will wear to school the next day. The boy asked Simi what would he wear to school the next day. Yes. The boy asked Simi what would wear to school the next day. എന്നാണ് പറയുന്നത്. Will would I? Miss, what he would wear to school the next day. He would ആണ്, sorry. The boy asked Simi what he would wear to school the next day. Okay, will would I. I എന്നുള്ളത് he ആയി, tomorrow എന്നുള്ളത് the next day. ഇത്രയും ചേഞ്ചസ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? Next, he said to her, what do you want? He said to her, what do you want? He said to her, what do you want? ഓക്കെ, ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റും നോക്കിയേ. He said to her, what do you want? ഞാൻ നേരത്തെ നിങ്ങൾക്ക് ഒരു നോട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഏതൊക്കെ സബ്ജക്ട് ഏതൊക്കെ എങ്ങോട്ടൊക്കെ മാറുന്നു, ഓക്സിലറീസ് എങ്ങോട്ടൊക്കെ മാറുന്നു, ഒരു നോട്ട് ഫസ്റ്റ് ഞാൻ തന്നു. അതിൽ നോക്കിക്കഴിഞ്ഞാല് നിങ്ങളുടെ സംശയം മാറും. ഞാൻ പറയട്ടെ ടീച്ചർ? യെസ്. ശരിയാണോന്ന് അറിയില്ലേ, ഓരോ പ്രാവശ്യം പറയുമ്പോ ഓരോന്ന് തെറ്റാണ്. He asked to her, what did her want? Miss, I will say, I will do. He asked her what he wanted. He asked her what she did want. He wanted. ഓൾറെഡി അവിടെ ഡിഡ് വന്നില്ലേ, അപ്പൊ വാണ്ടഡ് പറയോ? മിസ്, ഹെയർ ഷീ ആവൂല. അതായത് ബോയ് അവളോടാണ് ചോദിച്ചത് നിനക്ക് എന്ത് വേണം, അല്ലെ? അവളോടാണ് ചോദിച്ചത്, അപ്പോ ഷീ ആണ് അവിടെ. What does she want എന്ന് വരില്ല? He asked she what she want. What does she want എന്ന് വരില്ലല്ലോ. Wanted ആണോ? വാണ്ടഡ് വരും. കാരണം ഞാൻ പറയാം, ഇങ്ങനെ വരും. He asked her what she
wanted or she did want. ഇത് രണ്ടാ വരാം. കാരണം what do you want എന്ന് അവിടെ do വന്നിട്ടുണ്ട്. ഈ do എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ did ആയി മാറും അല്ലെ? do did ആയിട്ട് മാറുന്നു. അപ്പൊ നമുക്ക് ഒന്നിനും ഇങ്ങനെ പറയാം, what she did want പറയാം. ഡിഡിന് ശേഷം നമ്മൾ want യൂസ് ചെയ്യുന്നു. അങ്ങനെയും പറയാം. സപ്പോസ് അല്ലാത്ത രീതിയിൽ did plus want എന്തായിട്ട് വരും? Wanted. Yes. അപ്പൊ അങ്ങനെയും പറയാം. He asked her what she wanted എന്ന് പറയാം. did want എന്ന് പറയാം. മനസ്സിലായോ അത്? യെസ് ടീച്ചർ. അത്രയും. ഓക്കെ, ക്ലിയർ? അവിടെ ബോയ് അവൻ അവളോടാണ് ചോദിച്ചത്, അതുകൊണ്ടാണ് അവിടെ വാട്ട് ഷീ വന്നത്, വാട്ട് ഷീ വാണ്ടഡ് എന്ന് വന്നത്. ഓക്കെ, യെസ്. നെക്സ്റ്റ് Tom said to the girl, to the boy, to the boy. Tom said to the boy, where did you go? Where did you go? Tom said to the boy, where did you go? Tom said to the boy, where did you go? Parayata, Miss. Tom asked the boy where he had went. Where he had gone. Gone ആണോ വരിക? എൻസി പഠിച്ചതൊന്നും മറക്കരുതട്ടോ. Has the have had ന് ശേഷം എന്താ വരിക? ടെൻസിന്റെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. എന്തോ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. ടെൻസിന്റെ ക്ലാസ്സിലൊന്നും ഞാൻ ഉണ്ടായിട്ടില്ല. വെരി ഗുഡ്. അപ്പൊ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോ ഇപ്പോഴെങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. ഹാസ്, ഹാവ്, ഹാഡ് ഈ മൂന്നെണ്ണത്തിന്റെ കൂടെയും വെർബ് വരുന്നുണ്ടെങ്കിൽ അപ്പൊ ഇതിന് ശേഷം വരുന്ന വെർബ് എപ്പോഴും V3 ആയിരിക്കും. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എപ്പോഴെങ്കിലും ഉപകാരപ്പെടും. എപ്പോഴെങ്കിലും അല്ല, അത് ഏറ്റവും മസ്റ്റ് ആണ്. നമ്മൾ തെറ്റിക്കുന്ന ഒരു കാര്യം അതാണ്. ഓക്കെ, അപ്പോ ആൻസർ എന്തായിട്ട് വരാം? പറയൂ എല്ലാവരും. Tom asked the boy where he had gone. ഡിഡ് എന്തായിട്ട് മാറും? Had Yeah, had. So Tom asked the boy where he had gone. എന്ന് വരും. Okay, clear? കുറച്ചൊക്കെ എവിടേക്കോ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? എക്സാമ്പിൾസ് ചെയ്താൽ മാത്രം. ക്വസ്റ്റ്യൻ ആണോ? Tom said to the boy, where did you go? Where did you go? Tom said to the boy, where did you go? Answer, Tom asked the boy where he had gone. Okay, then next step. She said to him, why don't you go today? Why don't you go today? She said to him, why don't you go today? Why
don't you go today? She said to him, why don't you go today? Okay. She asked him why he didn't go that day. Yes. എല്ലാവരും പറയൂ. ആൻസർ പറയൂ എല്ലാവരും. ഓക്കെ, ആരും വേണ്ടുന്നില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ആർക്കെങ്കിലും എന്നല്ല, കൺഫ്യൂഷൻ ഉള്ള ഒരുപാട് പേര് ക്ലാസ്സിലുണ്ട്. ഒന്ന് പറഞ്ഞേ, ഈ ചാപ്റ്റർ ഒട്ടും മനസ്സിലാവാത്തവരെന്ന് പറഞ്ഞേ, ഒട്ടും അല്ലെങ്കിൽ പോലും കുറച്ചുകൂടി കൺഫ്യൂഷൻ ഉള്ളവരെന്ന് പറഞ്ഞേ. പറയൂ, റെസ്പോണ്ട് ചെയ്യൂ കേട്ടോ. ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഞാൻ അറിയുള്ളൂ കേട്ടോ, അല്ലാതെ എനിക്ക് മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, നിങ്ങൾ മനസ്സിലായിട്ടാണോ കേട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടോ എന്നുള്ളതൊന്നും എനിക്ക് ഇവിടെ നിന്നാലും ഒന്നും അറിയാൻ പറ്റുന്നില്ല. നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗം എന്നോട് പറയൂ. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് പ്രോബ്ലം, നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണെന്നുള്ളത് പറഞ്ഞാൽ എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതർവൈസ് ഞാൻ ക്ലാസ്സിൽ എടുത്തുകൊണ്ടേ ഇരിക്കുകയുള്ളൂ. മനസ്സിലായില്ലെന്ന് പറഞ്ഞാൽ ക്ലിയർ ചെയ്ത് തരാം, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ് മുന്നോട്ട് പോകും. മനസ്സിലാവാത്തവരേക്ക് പിന്നെ ഒന്നും മനസ്സിലാവാൻ ചാൻസ് വളരെ കുറവാണ്. ഓക്കെ, അപ്പൊ എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. മിസ്സിന് എന്ത് വിചാരിക്കും എന്ന് ചിന്തിക്കേണ്ട, ഞാനൊന്ന് വിചാരിക്കും. മിസ്, റെക്കോർഡഡ് ക്ലാസ് കണ്ടിട്ട് എനിക്ക് ഡൗട്ട് ക്ലിയർ ആക്കാൻ പറ്റുള്ളൂ. കാരണം കുറേയേറെ ക്ലാസ്സസ് പോയിട്ടുണ്ടല്ലോ ആ സമയത്ത്. അതൊക്കെ കണ്ടിട്ട് ഡൗട്ട് ചോദിക്കാം. കാരണം റെക്കോർഡ് ക്ലാസ് കാണുമ്പോൾ ചിലപ്പോ മേ ബി ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. എന്നാലും മാക്സിമം ഒരു ക്ഷമയോട് ഇരുന്ന് കാണും കേട്ടോ. ഇന്ററാക്ഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് ക്ഷമയോട് ഇരുന്ന് കാണാം. നല്ല ഇമ്പോർട്ടന്റ് ആയ ചാപ്റ്റർ ആണ് കേട്ടോ. മനസ്സിലായില്ലെങ്കിൽ ആൻസർ എഴുതാനേ പറ്റില്ല. എന്നാലും ക്വസ്റ്റ്യൻ മസ്റ്റ് ആണ്. ഇതിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരും, ഉറപ്പാണ്. ആ സമയത്ത് ഒട്ടും കാണാൻ പറ്റിയിട്ടില്ല. ഫോൺ ടച്ച് ചെയ്യാനേ അലൗഡ് അല്ലായിരുന്നു. 8:15 to 3 o'clock ഫോൺ ടച്ച് ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു. സ്റ്റാഫ് റൂമിലായിരുന്നു. ഇപ്പൊ ഞാൻ അവരോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് 1:30 to 2:30 എന്നെ ഫ്രീ ആക്കി വിടണം. അപ്പൊ അതിന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ മാക്സിമം കാണും, അല്ലാതെ രക്ഷയില്ല. അത് ചോദിക്കും. എന്തായാലും നമുക്ക് ടൈം ഉണ്ടാകും. ഒന്നുകൂടെ റിവൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, Miss, I will tell. She asked him why he didn't go that day. ഹീ അല്ലേ വരുവാ? ഷീന്നാണ് ഉഷേച്ചി പറഞ്ഞത്. She asked him why he didn't go that day. അവൾ അവനോടാണ് ചോദിച്ചത് അല്ലെ? അല്ല, നേരത്തെ ഉഷേച്ചി വൈ ഷീന ഞാൻ കേട്ടത്, കേട്ടതിന്റെ മിസ്റ്റേക്ക് ആണെന്ന് അറിയില്ല. മിസ്, ലാസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ പറയോ? എനിക്ക് നെറ്റ്വർക്ക് പോയതുകൊണ്ട് കിട്ടിയില്ല. Okay, she said to him, why don't you go today? Why don't you go today? She said to him, why don't you go today? Okay, അതിന് നമ്മൾ റിപ്പോർട്ട് ചെയ്യാം. സോ ഇവിടെ റിപ്പോർട്ട് ചെയ്യുമ്പോ ഡോണ്ട് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ഡോണ്ട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എന്തായിട്ട് വരും? Didn't ആയിട്ട് വരും. യെസ്. പിന്നെ എന്താണ്? ടുഡേ എന്നുള്ളത് ദാറ്റ് ഡേ ആവും.
സബ്ജക്റ്റ് ആണ് കുറച്ച് ബുദ്ധിമുട്ടെങ്കിൽ അവൾ അവനോടാണ് ചോദിച്ചത്, അല്ലെ? അവനോട് ചോദിച്ചു എന്നാണ് നമ്മൾ പറയണ്ടേ. അപ്പൊ അവനോട് ചോദിച്ചെന്ന് പറയുമ്പോ അവിടെ അവനാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. സോ അവിടെ യു എന്നുള്ളത് ഹി ആയിട്ട് വരും. ഓക്കെ, സോ ആൻസർ എന്ത് വരും? ഷീ ആസ്ക്ഡ് ടു ഹിം, ഷീ ആസ്ക്ഡ് ഹിം why he didn't go that day എന്ന് വരും. why he didn't go that day എന്ന് വരും. ക്ലിയർ അല്ലേ? എന്തായാലും നിങ്ങൾക്ക് ഡൗട്ട് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഡൗട്ട് നല്ലോണം സ്റ്റേറ്റ്മെന്റ് വൈസ് ഇല്ലെങ്കിലും ക്വസ്റ്റ്യൻസിൽ ഡൗട്ട് ഒരുപാടുണ്ട്. സോ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഒന്ന്, എനിക്കൊരു 5 പേര് വേണം, 2 ഗ്രൂപ്പ് വേണം. 5 പേര് വെച്ച് 2 ഗ്രൂപ്പ്. ആരൊക്കെയാണ് ഗ്രൂപ്പില് മെമ്പർ ആകാൻ റെഡി ആയിരിക്കുന്നത്? ഒന്ന് പറഞ്ഞേ, പറയൂ. ആരും മിണ്ടുന്നില്ല. പറയൂ. എന്തിനാണ് ഞാൻ പറയാം. എനിക്ക് ആരും ഗ്രൂപ്പ് ആകണ്ടേ? ആരൊക്കെയുണ്ട്? മിണ്ടുന്നേ ഇല്ല. നോക്കി, എന്താണ് മിണ്ടാത്തത്? ആ ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പ് ഞാൻ പറയാട്ടോ. ആ, ഗീതയുണ്ട്. ഓക്കെ, ഗീത ഫസ്റ്റ്. ഗീത അല്ല, ആ ടീച്ചർ പറഞ്ഞോളൂ. ഞാൻ എന്താണെന്ന് കേട്ടിട്ടില്ലായിരുന്നു. അതിന്റെ ഇടയിൽ ഇപ്പൊ ആഫ്റ്റർനൂൺ വരെയല്ലേ സ്കൂളുള്ളൂ. മക്കള് വന്നിട്ട് അവര് ഡോർ തുറക്കാൻ പോയിട്ട് കേട്ടിട്ടില്ല എന്താ പറഞ്ഞത്. ഓക്കെ, എനിക്ക് ഗ്രൂപ്പ് വേണം, 2 ഗ്രൂപ്പ് വേണം. 5 മെമ്പേഴ്സ് അടങ്ങുന്ന 2 ഗ്രൂപ്പ്. ഓക്കെ, അല്ലെങ്കിൽ 3 പേര് വെച്ചിട്ട് 3 പേര് വെച്ചിട്ട് നമുക്ക് 3 ഗ്രൂപ്പ് ആക്കാം. 3 ഗ്രൂപ്പ് ആക്കാം കേട്ടോ. 3 മെമ്പേഴ്സ് വെച്ചിട്ട് 3 ഗ്രൂപ്പ്. ഫസ്റ്റ് ഗ്രൂപ്പ് ഗീതയുണ്ട്. ഗീത, then ഫാത്തിമ, ലക്ഷ്മി. ഓക്കെ, കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഗീത, ഫാത്തിമ ഷമീർ. ഓക്കെ, ഗീത, ഫാത്തിമ ഷമീർ, ലക്ഷ്മി വികാസ്. 3 പേര് ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. 3 പേരും. ഫാത്തിമ, നിങ്ങൾ ഒരു ഗ്രൂപ്പാണേ. ഗീത, ഫാത്തിമ ഷമീർ, ലക്ഷ്മി വികാസ്, ഫസ്റ്റ് ഗ്രൂപ്പ്, ഗ്രൂപ്പ് നമ്പർ 1. ഓക്കെ, ക്ലിയർ ആണല്ലോ? യെസ്. സെക്കൻഡ് ഗ്രൂപ്പില് ഉഷ, then സൈഫുനിസ, സമീറ. ഓക്കെ, ഉഷ, സൈഫുനിസ, സമീറ. ക്ലിയർ? കേൾക്കുന്നുണ്ടോ 3 പേരും? യെസ്. ഉഷ, സൈഫുനിസ, സമീറ, ഗ്രൂപ്പ് നമ്പർ 2. Then third group, Akshaya, Rafina, and Naisi. Okay? Clear? Okay, ma'am. Akshaya, Naisi, Rafina, group number 3. ഓക്കെ, അപ്പോ എല്ലാവരുടെയും ഗ്രൂപ്പിലെ മെമ്പേഴ്സ് നിങ്ങൾക്ക് തന്നെ അറിയാലോ. നോട്ട് ചെയ്തല്ല. നമ്പർ 1, 2, ക്ലിയർ? നിങ്ങൾ തമ്മില്, ഗ്രൂപ്പ് മെമ്പേഴ്സ് തമ്മില് ഡിസ്കസ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ടാണ് നോട്ട് ചെയ്യാൻ പറയുന്നത്. ഓക്കെ, ഇനി എനിക്കിത് ഓർമ്മ ഉണ്ടാവില്ല കേട്ടോ. ഞാനിപ്പോ സെലക്ട് ചെയ്തു. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ആരൊക്കെ സെലക്ട് ചെയ്തു എന്നുള്ളത് എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. സോ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇനി ഗ്രൂപ്പ് നമ്പർ 1ന് റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ. ഓക്കെ, റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പോർഷൻ ക്ലാസ് എടുക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഈ റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന പോർഷൻ നിങ്ങൾ ആസ് എ ടീച്ചർ, ഒരു ടീച്ചറാണ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല, ടീച്ചറാണ്. സോ അതുകൊണ്ട് ഞാനും ഉൾപ്പെടെ കുറച്ച് സ്റ്റുഡൻസ് ഉണ്ട് ക്ലാസ്സിൽ എന്ന് വിചാരിച്ച് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കേണ്ടതാണ്. ഓക്കെ, കളക്ട് ചെയ്യാം, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാം. നമ്മൾ എങ്ങനെയാണ് ക്ലാസ് എടുക്കാൻ പോവുക? അല്ലെ, ഒരു ടോപ്പിക് തന്നാൽ ആ ടോപ്പിക്കിന് മാക്സിമം നമ്മൾ ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്ത് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്ത് ക്ലാസ് എടുക്കാൻ റെഡി ആയിട്ട് വരും. അല്ലെ, അപ്പൊ അതേപോലെ റെഡി ആയിട്ട് വരാം. വിത്ത് എക്സാമ്പിൾസ് ആയിട്ട്
അടുത്ത ക്ലാസ് എടുക്കാൻ റെഡി ആയിട്ട് വരാം. ഗ്രൂപ്പ് നമ്പർ 1 അതിൽ ആരൊക്കെ പ്രസന്റ് ചെയ്യണം എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്ത് തീരുമാനിക്കാവുന്നതാണ്. ഓക്കെ, ക്ലിയർ? യെസ് ടീച്ചർ, ക്ലിയർ. യെസ്. നെക്സ്റ്റ് ഗ്രൂപ്പ് നമ്പർ 2. ഗ്രൂപ്പ് നമ്പർ 2 റിപ്പോർട്ടിംഗ് ഇംപെറേറ്റീവ് എന്ന് പറയുന്ന ടോപ്പിക് ആണ്. അത് നിങ്ങൾ കളക്ട് ചെയ്യുക, റെഫർ ചെയ്യുക. ദെൻ നന്നായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ആസ് എ ടീച്ചർ ആയിട്ട് തന്നെ ക്ലാസ് എടുക്കാം. ഓക്കെ, ടീച്ചർ ആയിട്ടാണ് ക്ലാസ് എടുക്കേണ്ടത്. സ്റ്റുഡന്റ് ടോപ്പിക് റിപ്പോർട്ടിംഗ് ടോപ്പിക് ഇംപെറേറ്റീവ് ഒന്നും കൂടി നമ്മൾ ടെക്സ്റ്റ് ഉള്ളതാണ്. ഓക്കെ, റിപ്പോർട്ടിംഗ് ഇംപെറേറ്റീവ്സ് ആണ് ടോപ്പിക്. മിസ്സെ പഠിപ്പിച്ച് കഴിഞ്ഞു പോരായിരുന്നോ? വേണ്ട, എന്താന്നറിയല, ഞങ്ങൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്യൂ? അതൊക്കെ അറിയാൻ പറ്റും. നിങ്ങൾ സെർച്ച് ചെയ്യാൻ. ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമ്മൾ ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കാൻ ടഫ് ഒന്നുമല്ല, സിമ്പിൾ ആണ്. ഓക്കെ, കാരണം ഞാൻ ഇതുവരെയും നിങ്ങൾക്ക് ഇതേപോലത്തെ ഒരു വർക്ക് ഞാൻ ഇതുവരെയും തന്നിട്ടില്ല. എല്ലാ ക്ലാസ്സും ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ഒരു വർക്ക് തരേണ്ടതായിട്ടുണ്ട്, സോ തന്നു. ഓക്കെ, സോ മാക്സിമം ഒന്നും കൂടെ പറയോ? റിപ്പോർട്ടിംഗ് എൻക്വയറീസ് ആണോ? റിപ്പോർട്ടിംഗ് ഇംപെറേറ്റീവ്സ്. ഓക്കെ, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കേട്ടോ. 113. സ്ക്രീനിലുണ്ട്. 113. ഓക്കെ, അത് ഗ്രൂപ്പ് നമ്പർ okay. 2-നുള്ളതാണ്. ഇനി ഗ്രൂപ്പ് നമ്പർ 3 അവർക്ക് റിപ്പോർട്ടിംഗ് എക്സ്ക്ലമേഷൻ. റിപ്പോർട്ടിംഗ് എക്സ്ക്ലമേഷൻ. ഓക്കെ, അപ്പോ 1, 2, 3 ഈ 3 ഗ്രൂപ്പിന് 3 ടോപ്പിക് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടോപ്പിക്കിന് ഒരു ക്ലാസ് തന്നെയാണെങ്കിൽ 1 hour നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും ക്ലിയർ ആവുന്ന രീതിയിൽ ഞാൻ വീണ്ടും പറയുന്നുണ്ട്, ടീച്ചർ ആയിട്ടാണ് ക്ലാസ് എടുക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? നോട്ട് ടീച്ചർ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ പോലെ കുറെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. ഇതിപ്പോ ടീച്ചർ എടുത്തതാണോ? റിപ്പോർട്ടിംഗ് ക്വസ്റ്റ്യൻ പോർഷൻ എടുത്തതാണോ, അല്ലെ പുതുതായിട്ട് ഇനി നമ്മൾ നോക്കിയിട്ട് എടുക്കേണ്ടതാണോ? കുറെ ക്ലാസ് മിസ്സായിരുന്നു, അതാ ചോദിച്ചത്. അല്ലെ ഇന്ന് എടുത്തതാണോ? ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഇന്നെടുത്തത്. ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ എടുത്തിരുന്നില്ലല്ലോ? ഇല്ലില്ല. ഓക്കെ ടീച്ചർ. റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതാണ്. റിപ്പോർട്ടിംഗ് സ്റ്റേറ്റ്മെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. ഓക്കെ, ഇന്ന് എടുത്തത് ക്വസ്റ്റ്യൻ ആണ്. ഇനി എടുക്കേണ്ടത് ഇംപെറേറ്റീവ്സും എക്സ്ക്ലമേഷനും ആണ്. ഓക്കെ, റിപ്പോർട്ട് ഇംപെറേറ്റീവ്സ് എന്ന് എന്താണെന്ന് പറഞ്ഞു തരാമോ? കേട്ടിട്ടില്ല. സിമ്പിൾ ആണ്. നിങ്ങൾ ഇത് പേടിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അയ്യോ ഇതെങ്ങനെ എടുക്കും എന്ന ടെൻഷൻ കൊണ്ടാ. നിങ്ങളൊന്ന് റെഫർ ചെയ്ത് നോക്കിയേ, വളരെ സിമ്പിൾ ആണ്. ഇംപെറേറ്റീവ്സ് ഒക്കെ പറയുന്നത് നമ്മൾ ഒരു കാര്യം ഇപ്പോ ഞാൻ തന്നെ നിങ്ങളോട് പറയാണ്. ഓക്കെ, വേണ്ട. The teacher said to the student, please close the door എന്ന് പറഞ്ഞു. The teacher said to the student, please close the door എന്ന് പറയുന്ന ആ ഒരു ഡയലോഗ് എന്തായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നേ? എന്താണ്? കമാൻഡ് ആണോ, റിക്വസ്റ്റ് ആണോ, അഡ്വൈസ് ആണോ, എന്താണ്? റിക്വസ്റ്റ്. പ്ലീസ് ക്ലോസ് ദി ഡോർ എന്ന് പറയുമ്പോൾ റിക്വസ്റ്റ് ആണ്. അപ്പൊ എന്താ വരണ്ടേ? റിപ്പോർട്ടിംഗ് വേർബ് എന്ത് വരണം? The teacher requested to the student എന്ന് പറഞ്ഞു വരണം. അത്രേ ഉള്ളൂ. മനസ്സിലായോ? അത് എങ്ങനെയൊക്കെയാണ് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കിയിട്ട് വരാം. നിങ്ങൾ റെഫർ ചെയ്യൂ. നാളത്തെ എന്തായാലും നിങ്ങൾക്ക് ഇംപെറേറ്റീവ്സ് എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിലല്ല പ്രസന്റ് ചെയ്യാം. മിക്കവാറും അതിന് അടുത്ത ക്ലാസ് ആയിരിക്കും. നെക്സ്റ്റ് ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, അപ്പൊ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാൻ ടൈം ഉണ്ട്. നന്നായിട്ട് റെഫർ ചെയ്യാം. ഗൂഗിൾ നോക്കാം, യൂട്യൂബ് നോക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായതിനു ശേഷം മാത്രമായിരുന്നു ക്ലാസ് എടുക്കേണ്ടത്. ഡൗട്ട് വെച്ചിട്ട് ക്ലാസ് എടുക്കരുത് കേട്ടോ. എക്സ്ക്യൂസ് മീ മിസ്, അപ്പം ഈ ഗ്രൂപ്പ് 2 only ഇമ്പറേറ്റീവ്, അപ്പൊ ഞങ്ങള് എക്സ്ക്ലമേറ്ററിയെ കുറിച്ച് റെഫർ ചെയ്തിട്ട് വരണ്ടല്ലോ? വേണ്ട വേണ്ട വേണ്ട. അവരുടെ ക്വസ്റ്റ്യന് ഞങ്ങൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരത്തില്ലല്ലോ? മനസ്സിലായില്ല?
അല്ല ഇത് മൂന്നും അറിഞ്ഞിരിക്കണോ അതോ ഞങ്ങള് ഈ ഇമ്പരറ്റീവ് മാത്രം ചെയ്താൽ മതി? ക്വസ്റ്റ്യൻ ഓൾറെഡി പഠിപ്പിച്ചു. ഞങ്ങൾ ഇമ്പരറ്റീവ് മാത്രം റെഫർ ചെയ്താൽ മതിയോ അതോ എക്സ്ക്ലമേറ്ററി അവര് റെഫർ ചെയ്തോണ്ട് വന്ന് എടുക്കുമ്പം ഞങ്ങൾക്കോട് ക്വസ്റ്റ്യനോ വല്ലതും ചോദിക്കുമോ? ഓക്കെ, ക്ലിയർ ചെയ്തത്. നമ്പർ 1 ക്വസ്റ്റ്യൻ, 2 ഇംപേരേറ്റീവ്സ്, 3 എക്സ്ക്ലമേഷൻ. ഇത് മൂന്ന് ഗ്രൂപ്പിനാണ് ടോപ്പിക്കാണ്. ഓക്കെ, ഗ്രൂപ്പിൽ തന്നിരിക്കുന്ന ടോപ്പിക് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, ക്ലാസ് എടുക്കാൻ വേണ്ടി നോക്കിയാൽ മതി. ഓക്കെ, ദെൻ ഇപ്പൊ ക്വസ്റ്റ്യന്റെ ക്ലാസ് ഞാൻ നിങ്ങൾക്ക് എടുത്തു, പോട്ടെ സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ ഞാൻ ക്ലാസ് എടുത്തു, നിങ്ങൾക്കത് മനസ്സിലായി. സോ ഞാൻ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ പറയാൻ പറ്റുമല്ലോ, ക്ലാസ് മനസ്സിലായെങ്കിൽ. പറ്റില്ലേ? പറ്റും. അപ്പോ ഫസ്റ്റ് ഗ്രൂപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന ടോപ്പിക് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്തായാലും മനസ്സിലാവാൻ ചാൻസ് ഉണ്ട്, മനസ്സിലാകും. ഓക്കെ, അപ്പോ അതിനുശേഷം അവർ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നിങ്ങൾക്ക് അത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അത് പറയാണ്ടിരിക്കണ്ടല്ലോ എന്ന് ചോദിക്കേണ്ട, മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കത് ആൻസർ പറയാൻ പറ്റുമല്ലോ. മനസ്സിലാക്കി തരാൻ വേണ്ടിയല്ലേ അവർ ക്ലാസ് എടുക്കുന്നേ, അല്ലെ? ഇപ്പൊ ഞാനും ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടല്ലേ? ഞാൻ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അത് ആൻസർ പറയുന്നുണ്ട്, അങ്ങനെയല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ? അതുപോലെ തന്നെയാണ് അവരും ക്ലാസ് എടുക്കുക, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം, അല്ലെ? അപ്പൊ ആ രീതിയിൽ ക്ലാസ് എടുക്കുക. ഞാൻ ഈ ക്ലാസ്സിൽ മാത്രമല്ല കേട്ടോ, വേറെ ക്ലാസ്സിലും ഇതേ സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് ക്ലാസ്സില് ക്വസ്റ്റ്യൻ ആണ് പ്രിപ്പയർ ചെയ്തിട്ട് വരാം. എക്സാമ്പിൾസും ആക്ടിവിറ്റിയും എല്ലാം പ്രിപ്പയർ ചെയ്ത് ഒരു ക്ലാസ് എങ്ങനെ നമ്മൾ എങ്ങനെ എടുക്കാം. നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത് സ്റ്റുഡൻസ് ആണെന്ന് വിചാരിക്കുക, ഇൻക്ലൂഡിങ് മീ, ഞാനും ഒരു സ്റ്റുഡന്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ ആ രീതിയിൽ നിങ്ങൾ ക്ലാസ്സിന് പ്രിപ്പയർ ആയിട്ട് വരൂ. ഗ്രൂപ്പ് നമ്പർ 1 ക്ലിയർ? ഓക്കെ അല്ലേ? ടെൻഷൻ അടിച്ചൊന്നും വേണ്ട, കൂളാണ്. ഓക്കെ, ആർക്കെങ്കിലും നമ്മളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ഇനി മനസ്സിലായിട്ടില്ല എന്ന് പറയും. ഓക്കെ, കാരണം ഇതൊക്കെ ഏറ്റവും നല്ല ഓപ്പർച്യൂണിറ്റീസ് ആണ്, മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാട്ടോ. ആദ്യത്തെ ഒരു ടെൻഷനും ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് വരും. മനസ്സിലായോ? ചെയ്തു നോക്കൂ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഓക്കെ, പിന്നെ ഒരു കാര്യം, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ പ്രിപ്പയർഡ് ആയിട്ട് വരില്ല. ഓക്കെ, സോ നിങ്ങൾ ക്ലാസ് എടുക്കുകയാണല്ലോ, എനിക്ക് റെസ്റ്റ് ആണ്, ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കേട്ടിരിക്കും, ഒരു സ്റ്റുഡന്റ് ആയിട്ട് ഞാൻ ഇങ്ങനെ കേട്ടിരിക്കും. പിന്നെ ടീച്ചർ സ്ഥിരവും നമ്മളോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞേക്കരുതേ. പറയാൻ പറ്റില്ല കേട്ടോ, നിങ്ങളുടെ ക്ലാസ് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ പണി കിട്ടും. ഓക്കെ, ഇനിയിപ്പോ ചാപ്റ്റേഴ്സ് ഒക്കെ കഴിയാറായല്ലോ. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരാം, പ്രിപ്പയർ ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു. ക്വസ്റ്റ്യന് ഈ ക്വസ്റ്റ്യൻ വേർഡ് വെച്ചുള്ളത് മാത്രം മതിയോ അതോ ക്വസ്റ്റ്യൻ വേർഡ് ഇല്ലാത്ത എസ് ഓർ നോ ക്വസ്റ്റ്യനും അവര് പ്രിപ്പയർ ചെയ്യണോ? അത് രണ്ടും നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. WH ക്വസ്റ്റ്യൻസും ഉണ്ട്, എസ് ഓർ നോ ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ അത് രണ്ടും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, നിങ്ങൾ ഇതിനെ ടെക്സ്റ്റും കൂടെ നോക്കൂ, ടെക്സ്റ്റിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് ചെയ്യാം. ഇംപേരേറ്റീവ്സിന് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഇംപേരേറ്റീവ്സ് എന്തൊക്കെയാ വരാം? കമാൻഡ് വരും, കണ്ടോ? കമാൻഡ് വരും, ഓർഡർ വരും, റിക്വസ്റ്റ് വരും, ബെഗ് വരും, അഡ്വൈസ് വരും. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യാം, അത്രേ ഉള്ളൂ. ഓക്കെ, so let's find out today's class. Okay, thank you all. See you on the next class. Okay, bye. Thank you. Okay, ma'am. Thank you.